പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 മണിക്ക് ലോക്സഭയിൽ വിശദീകരണം നടത്തും. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബൽ, പ്രധാനമന്ത്രി പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. നിരവധി ഇന്ത്യക്കാരെ ബാധിക്കുന്ന വിഷയം കൂടിയായിട്ടും പ്രധാനമന്ത്രി കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. അപ്പോൾ ഇന്ന് പാർലമെന്റിൽ പ്രതികരണം പ്രതീക്ഷിക്കാമല്ലേ? സ്മൃതി, ഇന്ന് 2 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോഴത്തെ സാഹചര്യം, ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടായ ശേഷം ഇന്ത്യ എടുത്ത നടപടികൾ, നയതന്ത്ര തലത്തിൽ ഇന്ത്യ എടുത്ത തീരുമാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി ഇന്ന് ലോക്സഭയെ അറിയിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ പല ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രി ഇക്കാര്യം ലോക്സഭയിൽ വിവരിക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിലൊന്നും കേന്ദ്ര സർക്കാർ അതിന് തയ്യാറായിരുന്നില്ല. പകരം വിദേശകാര്യമന്ത്രി അടക്കമുള്ള ആളുകളാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. നിലവിൽ ഊർജ്ജ പ്രതിസന്ധിയുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ഇതെല്ലാം ഏത് തരത്തിലാണ് ഇന്ത്യ അഭിമുഖീകരിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രധാനമന്ത്രി പറയാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ 4 മണിക്കൂറാണ് കേന്ദ്ര മന്ത്രിസഭയിൽ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്നത്. ആ യോഗത്തിൽ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഓരോ മന്ത്രിമാരെ ചുമതലപ്പെടുത്തി പ്രത്യേക സമിതികൾ അടക്കം രൂപപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഊർജ്ജം, അതോടൊപ്പം ഭക്ഷ്യസുരക്ഷ അടക്കമുള്ള കാര്യങ്ങളൊപ്പം രാസവളങ്ങൾ, അത്തരത്തിൽ വിവിധ ഭാഗങ്ങൾ തിരിച്ച് തന്നെ മന്ത്രിമാർക്ക് നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും നിലവിൽ ഇന്ത്യക്കാരായ നിരവധി ആളുകൾ ഗൾഫിലുണ്ട്. ഇപ്പോൾ തുടരുന്ന സംഘർഷങ്ങൾ, അതോടൊപ്പം തന്നെ നിലവിൽ ആളുകൾക്ക് പരിക്കേറ്റ സാഹചര്യമുണ്ട്, മരിച്ച സാഹചര്യമുണ്ട്. ഇതൊക്കെ കൃത്യമായി തന്നെ അവലോകനം ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും അതിനിടെ പ്രതിപക്ഷ പ്രതിഷേധം അടക്കം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തെ, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് എംപിമാർ നാട്ടിലാണെന്ന പ്രത്യേകത കൂടി ഉണ്ട്. പ്രതിപക്ഷ ചേരിയിൽ വലിയ ശക്തി ഇന്നില്ല എന്ന് എടുത്തു പറയേണ്ടതാണ്. എന്താണെങ്കിലും പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ച നയതന്ത്രത്തിലടക്കം സ്വീകരിച്ച എല്ലാ കാര്യങ്ങളും വ്യക്തമായിക്കൊണ്ട് തന്നെയായിരിക്കും ലോക്സഭയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കാൻ പോകുന്നത്. ശരി, നോബൽ മാരിക്കാരാണ് വിവരങ്ങൾ.